നല്ല സെറ്റായിട്ടുണ്ട്. നല്ലോണം കണ്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറി വന്ന് അടിപൊളിയായിട്ടുണ്ട്. അത് ആവിയാണ് വേണ്ടത്. നമുക്കതൊക്കെ ഒരു കുക്കി ഉടച്ചെടുക്കണം. ഇത് ബിരിയാണി മസാല നന്നാണ് കേട്ടോ. ചിക്കനൊക്കെ അതൊക്കെ കണ്ടോ അടി പിടിച്ച പോലെ അടയ്ക്കണേ. ഞങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് മുളക് പൊടി എടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഞങ്ങൾ എടുത്തിട്ടുള്ള. ഞങ്ങൾക്ക് കുറച്ച് മല്ലി ഇട്ട് കൊടുക്കണ്ടേ. 3 സ്പൂൺ മല്ലി. സോറി 4 സ്പൂൺ മല്ലി. അപ്പം 4 സ്പൂണ് മല്ലിയൊക്കെ ഇട്ട് നന്നായിട്ട് ആക്കി വെക്കാം. ഞേക്കത്ത ഉലുവല്ലേ സാധനം, ഉലുവേന സാധനം. നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. കറിവേപ്പിൻ്റെ ആ കറിവേപ്പിൻ്റെ ഇല ഞാൻ ആളാണ്. കറിവേപ്പിൻ്റെ ഇലയ്ക്കാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ കണ്ടോ അപ്പോൾ ആ മസാലയൊക്കെ ഇപ്പോൾ കിടക്കുന്നുണ്ടത്. ഞയ്ക്ക് നമ്മളെ മിക്സിയിൽ അടച്ചിട്ട് അരപ്പില്ല, അതിൻ്റെ ഇതൊക്കെ മിക്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചേക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം വാങ്ങി ഇങ്ങനെ ഒഴിച്ചെടുക്കാം. സംഭവം സെറ്റ്. അപ്പോൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ വരും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് കുഞ്ഞാമ്മക്ക് അയച്ചു കൊടുക്കുന്നു ചാനലിടാൻ എങ്ങനെ എടുക്കണത്. അപ്പോൾ ഗൈസ് നല്ലോണം ഇളക്കി ഇതാക്കുക. ഞയ്ക്ക് തൈര് വെച്ചാലോ. ഈ ഗൈസ് നന്നായിട്ട് ഇത് ഇളക്കിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ചട്ടി അങ്ങോട്ട് പോകണ്ട് ഗൈസ്. ഞാൻ കുറച്ച് തൈര് ഒഴിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഇക്കോണ്ട് നാളെ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കാൻ കേട്ടോ. അപ്പോൾ അത് തൈരിലാണ് ബിരിയാണി ഒന്നും ഉണ്ടാക്കണമെങ്കിൽ ഗൈസ്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കണത്. ഈ ഫുള്ള് എല്ലാം കണ്ടാട്ടോ. പിന്നെ ബാക്കി നമുക്ക് പൊരിക്കാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് അതൊക്കെ നമ്മൾ സെറ്റായി. നമ്മളെ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി മറിച്ചിട്ടെടുക്കാം. ഉപ്പിടണ്ടേ? അപ്പോൾ ഗൈസ് ഉപ്പ് ഉള്ളിയിലിട്ടതാട്ടോ. ഉള്ളി വഴറ്റിയെടുത്തപ്പോൾ അപ്പം ഇട്ടതാണ് ഉള്ളിയും ഉപ്പ്. ഓക്കെ, ഇനി നമുക്കത് നല്ലോണം ഇളക്കി ഇങ്ങോട്ടെടുക്കാം. കുറച്ച് തൈരൊക്കെ നോക്കാം. പച്ചറച്ചി കഴിഞ്ഞപ്പോൾ മെച്ചിനോട് ഉപ്പ് നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പച്ചറച്ചി കൂട്ടറിയില്ല. ഇനി ഇത് നമുക്കിത് നന്നായിട്ട് ഇതാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് നിർത്തുകയോ ചെയ്യാം. തേങ്ങ കറിയൊക്കെ ചെയ്യാം. പിന്നെ ഇത് വരട്ടും ചെയ്യാം. ഞങ്ങൾ ഇതിക്ക് മിക്കവാറും വെള്ളം ഒഴിച്ച് നിർത്താനാണ് ചാൻസ്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു കപ്പിൻ്റെ ഈ ഒരു കപ്പിൻ്റെ പകുതി വെള്ളമാണ് കൊടുത്തത്. ഞാൻ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കാം. പിന്നെ ഫുള്ള് വെള്ളം ഒഴിക്കാൻ ഒഴിച്ചിട്ടോ. ഈ ഒരു കപ്പ് മൊത്തം വേണം. നമ്മളെ ചിക്കനൊക്കെ കിടക്കണം. അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമാണ് ഗൈസ്. ഉണ്ടോ? അപ്പം ഗൈസ് ഉപ്പിൻ്റെ കുറച്ച് കമ്മിയുണ്ട്. ഞങ്ങളിവിടെ ഉള്ളത് കല്ലുപ്പാണ്. കുറച്ച് കല്ലപ്പത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കറിയിലൊക്കെ ഞങ്ങൾ കല്ലുപ്പിടും, ബാക്കിയുള്ളതിലൊക്കെ ഞങ്ങളിങ്ങനെ പൊടിപ്പാണ് ഇടാറ്. അപ്പം നമുക്ക് തൈര് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഗൈസ് നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത് മറ്റേ മുളക് പൊടിയാണ്.
മുളക് പൊടിയാണ്. മുളക് പൊടി മറ്റേ മുളകില്ലേ, പച്ചമുളക്, അത് നല്ലോണം പൊടിച്ചെടുത്തിട്ട് അത് വയ്ക്കിട്ടിട്ട് കുറച്ച് തൈര് ഇതിൽ പൊടിച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ചിക്കൻ ഇനി അത് പൊരിച്ചെടുക്കാനത് മാറ്റി വെക്കണം. നമുക്ക് തൈര് ഉണ്ടാക്കാം. ഗൈസ്, ഈ ഒരു പാത്രത്തേക്കാണ് നമ്മൾ തൈര് എടുക്കുന്നത്. ഗൈസ്, നമ്മളങ്ങനെ തൈരൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടല്ലേ. ഇത് വെസ്റ്റ്